അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമുക്കൊന്ന് കറങ്ങാൻ വെറുതെ പോവാ. ഇത് കണ്ടോ, നമ്മുടെ സ്കോർപ്പിയോ ആണ്. നമ്മളിത് ഭയങ്കര മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കളർ അടിപൊളിയല്ലേ ഗൈസ്, എനിക്കെല്ലാം ഇഷ്ടമായി ഗൈസ്. നമുക്കെന്തായാലും വെറുതെ എങ്ങോട്ടേലൊക്കെ കറങ്ങാൻ പോവാം. നമ്മളിപ്പോൾ നമുക്കിങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നടക്കാം. നമുക്കറിയാലോ ഓൾറെഡി സ്ഥലങ്ങളൊക്കെ, എന്നാലും വെറുതെ ഒരു മനസുഖം ഗൈസ്. നമുക്ക് വേഗം പോവാം ഗൈസ്. ഗൈസ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് എയർപോർട്ടിലേക്ക് പോയാലോ? എയർപോർട്ടിലാകുമ്പോൾ ചിലപ്പോൾ വല്ല പ്ലെയിനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ എന്തെങ്കിലും സ്പോണായിട്ടുണ്ടാവും. സ്പോണാവല്ല, ആരാരെങ്കിലും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗൈസ്, ആ രണ്ട് വെയർ ഹൗസ് എന്നല്ല, ഈ ഒരു വെയർ ഹൗസിന് ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ പണിയണ മാതിരിക്ക് ഒരു സൗണ്ട്. നമുക്കൊന്ന് ഇവിടെ നോക്കി നോക്കാം ഗൈസ്. അവിടെ ഒരു പോർഷൻ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. നമുക്ക് എന്തായിരിക്കും എന്നാലും അവിടെ നമുക്ക് നോക്കിയേക്കാം. ഹോ ഗോയ്സ്, ഞാനാണ് ഫ്ലാഷ്. എൻ്റെ പോർഷ കണ്ട ഗൈസ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്താട്ടോ, അല്ലാതെ ഇവിടെ നിന്ന് മേടിച്ചല്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പവേഴ്സ് ഒന്നുമില്ല. എൻ്റെ പവേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും കൂടി ചെയ്യും. അപ്പോൾ ഗോയ്സ്, നമുക്ക് പവേഴ്സൊക്കെ കിട്ടി ഗൈസ്. ഏതാ പവേഴ്സ്? നമ്മൾ നല്ല രീതിക്ക് ഓടുന്നുണ്ട്. നമുക്കിനി ഇവിടുന്ന് ചാടാം. എൻ്റെ ഗായ്സേ, കുഴപ്പമില്ല. ഇത് തൽക്കാലത്തേക്ക് നമുക്ക് നമ്മളെ വീടില്ല, നമ്മുടെ ഒരു ഹൈഡ് ഔട്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കട്ടെ എന്തായാലും. കുഴപ്പമില്ല, വേഗം പോവാം ഗൈസ്. ഒരു മിനിറ്റ്, വണ്ടീൻ്റെ അടിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. ചിലപ്പോൾ തോന്നിയതായിരിക്കും. തൊട്ടനെ പിടിച്ചവനൊക്കെ എനിക്കിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത് ഒരു ശീലമാണ് ഗൈസ്. ഞാൻ അതപ്പം അങ്ങോട്ട് പോയിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം ഗൈസ്. നമുക്ക് പോവാം ഗായ്സ്. അപ്പോൾ അതാണല്ലേ, അവനൊരു പോർഷ ഉണ്ടാക്കിയതാന്ന് എനിക്ക് തോന്നണേ. ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇതൊരു ഫ്ലാഷാണ് ഗൈസ്. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാം ഗൈസ്. ഇപ്പോൾ ഈ എയർപോർട്ടിൽ പ്ലെയിനോ ഹെലികോപ്റ്ററോ ഒന്നും ലാൻഡ് ആയിട്ടില്ല ഗൈസ്. നമുക്ക് വേഗം പോവാം. ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. ഇവിടെ അല്ല, വില്ലേജിൽ. ഗൈസ്, നമുക്കിനി ഫോറസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഞാൻ പിന്നെ എൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ട്. ഞാൻ ഇവിടുത്തെ സിംഹത്തിനെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റയിലിട്ട് എത്ര കിട്ടുമെന്നൊക്കെ നോക്കാം ലൈക്ക്. ഒരു മിനിറ്റ് ഗൈസ്, ഈ വണ്ടി നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഗൈസ്? എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഇതാ ഫ്ലാഷിൻ്റെ കയ്യിലുള്ള വണ്ടിയാണ് ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അവന് ചിലപ്പോൾ ഇവിടെ താമസിക്കണ്ടായിരുന്നു. നമ്മൾ കേട്ടില്ലേ അവനൊരു ഹൈഡ് ഔട്ട് ഉണ്ട് എന്നെന്തോ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കിയേക്കാം ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? മെല്ലെ പതിയെ പോവാ ഗൈസ്. അല്ലെങ്കിൽ ഈ സൗണ്ട് വല്ലതും കേട്ട് കഴിഞ്ഞാലേ എന്നെ പിടിച്ച് അൽഫാമാക്കും അവൻ. എന്നിട്ടത് കുഴിമന്തിയിൽ ആഡ് ചെയ്യും. അതെന്തേലും ആവട്ടെ, നമുക്ക് വേഗം ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാനുണ്ടോ? എനിക്ക് കാണുന്നുണ്ട്. ഇത്രയും കാലം നീയൊക്കെ എനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് ഇപ്പൊ എന്നെ വിട്ട് പോവാണെന്നോ? നമുക്ക് താല്പര്യമില്ല. എന്റെ സീക്രട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അറിയാം. അപ്പൊ നിന്നൊന്നും വെറുതെ വിട്ടാ ശരിയാവില്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട് ചാവടാ ചെള്ളിയേക്കന്മാരെ, എന്നോട് അവൻ്റെ ഒക്കെ കളി. ഗൈസ്, ഞാനിപ്പോ എന്താ കണ്ടത്? ആ ഫ്ലാഷ് അവരെ കൊന്നു ഗൈസ്. നമുക്ക് ഓടാം, ഓടിത്തള്ളാം, കണ്ടം വഴി ഓടാം ഗൈസ്. രമണ, എനിക്ക് ദേശത്തെ വഴി അറിയില്ല. അയ്യോ, ഫ്ലാഷ് നമ്മളെ കണ്ടു ഗൈസ്. നമുക്ക് വേഗം പോവാം. അയ്യോ, ആ ചേട്ടനെ ഇടിച്ചിട്ട് ഇനി പോലീസ് വരാമെന്നാവോ? ഒന്നും അറിയില്ല ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൻ അവിടെ വെള്ളത്തിൽ കാലിട്ടിരിക്കുക. തേങ്ങ ഗൈസ്. നമ്മളിതപ്പോൾ വീണിട്ടുണ്ട്. എന്തത് ഗൈസ്? നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ അവൻ? ആ സമയം കൊണ്ട് വണ്ടിയിൽ വീഴുകയും ചെയ്തു. അവൻ മേലേക്ക് കയറി പോവുകയും ചെയ്തു. നിൽക്കടാ. എന്താണ് ഞാക്ക് വെറുതെ വെറുപ്പിക്കുന്നത്? എൻ്റെ കാസർഗോഡിലെ ഭാഷ. എടാ ചിലക്കല്ല, അടങ്ങി നിൽക്ക്. കാസർഗോഡിൽ ഒരു വർഷം പഠിക്കാൻ പോയി വിചാരിച്ചിട്ട് ഗൈസ് നമ്മൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞിട്ട്. എന്നാലും ഫ്ലാഷ് എവിടുന്ന് വന്നിയാ? എടാ നാറി, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലി കൊല്ലുക വരെ ചെയ്യും. സോറിടാ. ഗോയ്സ്, നമ്മളാ 3 പേരെയും കൊല്ലുന്ന ഒരുത്ത കണ്ടു ഗൈസ്. അവനെ പറ്റി എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നും വന്നില്ല. സംഭവം ആരാന്നറിയോ? ഈ സിറ്റിയിലൊരു ഗ്യാങ്സ്റ്ററാണ്, ജാക്ക് എന്നവൻ്റെ പേര്. എന്തായാലും ഗൈസ്, അവനെ കൊല്ലണ്ട. ഒരു ഗ്യാങ്സ്റ്റർ അല്ലേ, അതിൻ്റെ മര്യാദ കൊടുക്കാം. ഇതാണ്, ഇതേ വണ്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. വെള്ളത്തിൽ ഒളിപ്പിച്ച് വെച്ചിക്കവൻ. എന്നോടെ കളി കണ്ടുപിടിക്കില്ലെന്ന് അവൻ്റെ വിചാരം. അവൻ്റെ വണ്ടി നമുക്ക് എന്തായാലും പൊട്ടിക്കാം. അല്ല പിന്നെ RPG ഇട്ട് നശിപ്പിക്കണം നിൻ്റെയൊക്കെ വണ്ടി. എന്നോടെ കളി. അവൻ്റെ സ്വിമ്മിങ് പൂളിലുള്ള വണ്ടി എല്ലാം നശിപ്പിച്ചു. ഹെലികോപ്റ്ററും കൂടി നശിപ്പിക്കായിരുന്നു.
കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഹെലികോപ്റ്ററെങ്കിൽ ഹെലികോപ്റ്റർ ആ ചെക്കൻ്റെ ഇരിക്കട്ടെ. ഡാ ഫെലിക്സ്, നീ കണ്ടല്ലേ എന്താ സംഭവിച്ചതെന്ന്? ഞാൻ കണ്ടതാണ്, എന്നാലും ഞാൻ പോട്ടെ. ആ ഫ്ലാഷിന് എന്തിൻ്റെ കേടാടാ? എനിക്കറിയോ എന്നോട് ചോദിച്ചിട്ട്? എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്, ഞാൻ പോയി ചെയ്യട്ടെ. അവനൊരു പഠിപ്പി ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഫോർച്യൂണറൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അവനെ നമുക്ക് എങ്ങനെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവനിപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് എന്താണാവോ കിട്ടിയത്? നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ പോവാം ഗൈസ്. അവൻ്റെ ഹൈഡ് ഔട്ടില്ലേ, ആ ജംഗിളിൻ്റെ നടുക്കുള്ള വീട്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളധികം സൗണ്ടൊന്നും ഉണ്ടാക്കിയില്ല. അവൻ എവിടെയൊന്നും അറിയില്ല ഗൈസ്. ഇവിടെ ഉണ്ട്, ഇവിടുന്ന് ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഹോ ഗോയ്സ്, എന്തായാലും നമ്മൾ അവനുള്ള പണി കൊടുത്തില്ലേ. സ്യൂട്ട് ഇട്ടിട്ട് ഭയങ്കര ചൂട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ, എൻ്റെ ഈ പോർഷേൻ്റെ ഉള്ളിൽ വെക്കാൻ പോകും സ്യൂട്ട്. ഗോയ്സ്, ഞാനിവിടെ സ്യൂട്ട് പോർഷേൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടോ. പിന്നെ ഗൈസ്, നമ്മളെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്. നമ്മളത് ഈ വീടിൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു ഗൈസ്. ഇനി കുറച്ച് നേരം സാധാരണ ഒരു മനുഷ്യനായി ജീവിക്കാം ഗൈസ്. ജീവിക്കില്ല, കുറച്ച് നേരത്തിന്. ഓക്കെ, നമുക്ക് വേഗം പോവാം. ഓക്കേ. അപ്പോൾ ഗൈസ് അവന് പോയിട്ടുണ്ട്. ശരിക്കും അവന് ഫ്ലാഷ് ഒന്നുമില്ല ഗൈസ്. നമുക്ക് താഴെ പോകാം. അവൻ്റെ പോർഷയിലാണ് വെച്ചത് ഗൈസ്. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിൻ്റെ കീ ഒന്നും നമ്മുടെ കയ്യിലില്ല. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഗണ്ണുണ്ടല്ലോ അല്ലേ, നമുക്ക് പൊട്ടിച്ച് നോക്കാം, തുറക്കുമെന്ന് നോക്കാം. ഗൈസ് തുറന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഷൂട്ട് എടുക്കാം. ഓ ഗൈസ്, ഞാൻ ഫ്ലാഷ് ആയിട്ടുണ്ട്. പവേഴ്സ് ഉണ്ടോ? ഓ ഗൈസ്, ഞാൻ നല്ല ഹൈറ്റിൽ ചാടി, നല്ല ഹൈറ്റിൽ ഭയങ്കര ചാടി ഗൈസ്. പിന്നെ നമുക്ക് ഫെലിക്സിനൊന്ന് പേടിപ്പിക്കാം. നമ്മൾ ചാടി വീട്ടിലെത്തിയിട്ടുണ്ട്. എവിടെ അവൻ മരങ്ങോന്തൻ? ബൂ! അയ്യോ ജാക്കേ, ഇവൻ എന്നെ കൊല്ലുന്നേ. ഈ ഫ്ലാഷ് വീണ്ടും വന്നേ. അയ്യോ, ഈ മരഭൂതത എവിടെ പോയി കിടക്ക? ഡാ 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 ഡാ, എന്നാ പിടിച്ചോടാ. അയ്യോ, ഇവിടെ വന്നോ മരഭൂതമേരി. എടാ, എന്ത് ഞാനാ? ആര്? ഏത് ഞാന്? ഞാൻ ജാക്ക്. നീ ആയിരുന്നോ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഞാനെന്തായാലും സ്യൂട്ട് ഊരിടട്ടെ. നല്ല ചൂട് ഗൈസ്. നമ്മൾ സ്യൂട്ടൊക്കെ ഊരിയിട്ടുണ്ട്. നല്ല ചൂടാണ് ഗൈസ് ആ സ്യൂട്ട് ഇട്ടിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.